നമ്മള് ഉണ്ടായപ്പോ തൊട്ട് കാണുന്നുണ്ട് രണ്ടുപേർക്കും നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന്. അന്നും ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് മൂത്തതാന്ന് പറഞ്ഞാലും ഇവന് ബുദ്ധി കുറവിന്റെ പ്രശ്നമല്ല, ഇവന് പാർട്സ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഇവനായിരുന്നു ഇച്ചിരി കൂടെ ചബ്ബി ആയിട്ടിരുന്നത്. അപ്പൊ രണ്ടുപേരും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവനായിരുന്നു എൻ്റെ അടുത്ത് ഭയങ്കര പെറ്റായിട്ടുണ്ടായിരുന്നത്. ഇവൻ അത്രയും അടുക്കുമല്ലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ തന്നെയായിരുന്നു. നല്ല പ്രായം ഉണ്ടെന്ന് ഇപ്പോഴും അതുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടോ? അതെ, നല്ല പ്രായം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേച്ചി. അതുപോലെ ഇപ്പൊ എടുത്തോണ്ടൊക്കെ നടക്കുവാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേര് 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ ഇവനെ എടുത്തോണ്ട് നടക്കുമായിരുന്നു ഞങ്ങള്. ചെറുതായിരുന്നു. എന്നാലും 2ാം ക്ലാസ് വരെയൊക്കെ നീ എന്താടാ ഇവനെ അത്രയും വരെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അതെ, മെച്ചോർഡിന്റെ അല്ല, ഇവനെ വെച്ച് നോക്കുമ്പോ ഇവനൊരു ശക്കലും കൂടെ പൊടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെ നമ്മളിങ്ങനെ തലവഴിയൊക്കെ വിടും. ഇവനെ എടുക്കും. നിന്നെ എടുക്കാൻ പാടായിരുന്നു. അല്ല അതെനിക്കറിയാം. കൊച്ചിലോട്ട് ഇങ്ങനെ അകറ്റി നിർത്തുന്ന രണ്ട് ചേച്ചിമാര് ഇവരെ തന്നെ ഇങ്ങനെ ഇവൻ അടുക്കുവല്ല, ഇവൻ അത്ര അടുക്കുവല്ല, ഇങ്ങനെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അവനെ അങ്ങോട്ട് ചെല്ലണം. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഇവൻ ഇങ്ങനെ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുമ്പോ എങ്ങനെ ആയിരിക്കും നമ്മുടെ അടുത്ത്, ആ ഒരു രീതിയായിരുന്നു പുള്ളിക്ക്. കുഞ്ഞിലെ തൊട്ടേ അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പം കൂടെ തന്നെ എപ്പോഴും ഉറങ്ങാന്, നമ്മളൊന്ന് ടോയ്ലറ്റ് കയറി ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. ഇറങ്ങുന്നില്ല, എന്നെ പേരാ വിളിക്കുന്നത്, അവളെയും പേരാ വിളിക്കുന്നത്. പിന്നെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവരും എന്നാത്തിനാ പേര് വിളിക്കുന്നത്, ചേച്ചിമാരെന്ന് വിളിക്കാൻ മേലെ. അപ്പൊ നമുക്ക് ചേച്ചിന്ന് കേൾക്കുമ്പോ ഒരു ഇറിറ്റേഷൻ. എന്നെ കാവിന്നും അവളെ അഖിലേന്നും വിളിക്കും. അങ്ങനെയാണ് ഇപ്പോഴും. എടിപൊടിന്ന് വിളിക്കത്തില്ല, കാവ്യെന്നും അഖില ചേച്ചി, 2 ചേച്ചിമാരാണ് നിങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മയെ പോലെ തന്നെ അല്ലേ? എന്താണ് അല്ലെങ്കിൽ അമ്മ അകത്താ, അല്ലെങ്കിൽ എനിക്ക് ചായ തരത്തില്ലെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പൊക്കി പറയുന്നതാണെന്നൊക്കെ. ഇടയ്ക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നപ്പോ അവരെല്ലാം നിങ്ങൾ ട്രോൾ ചെയ്യല്ലോ. അപ്പനിട്ട് കിട്ടി, ചേച്ചിക്കിട്ട് കിട്ടി, നമ്മുടെ എനിക്ക് വലുതായിട്ടൊന്നും കിട്ടില്ല. കോഴിക്കാല് തിന്നാൻ വേണ്ടി മാത്രം കല്യാണം കഴിച്ചത് ആ ഒരു ഇത് പറഞ്ഞു തീർത്തു. പാവം അളിയനെയാണ് ഇവരെടുത്ത്. എന്താടാ നിങ്ങളുടെ അളിയനെ അവിടെ വന്നിരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, കൊടുത്ത്. അളിയൻ എങ്ങനെയാണ് ആക്ച്വലി നിങ്ങളുമായിട്ടുള്ളൊരു കമ്പനിയാണ്? ഇച്ചിരി നാണമാണ്. അല്ല, അളിയൊരു നാണമാണ്. ഇങ്ങനെ മുൻപോട്ട് വരാനായിട്ട് ഭയങ്കര നാണമാണ് അളിയന്. ഇവന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര പുറകിലോട്ടാണ്. ചമ്മലും നാണമൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പരിസരത്ത് വരത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഇതുവരെ എത്തിയിട്ടും ഇല്ല.